നമസ്കാരം, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളിന്ന് പറയാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫോഴ്സ് ആൻഡ് പ്രഷർ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ഫോഴ്സസിനെ കുറിച്ച് പഠിച്ചു. ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 2 types ഓഫ് ഫോഴ്സസിനെ കുറിച്ചാണ്. Contact and non-contact force. കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കോണ്ടാക്ട് ഫോഴ്സ് നമുക്കത് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവണം, അല്ലേ? ആ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഫോഴ്സ് മാത്രമേ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുള്ളൂ? കോണ്ടാക്ട് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരണം എന്ന് നിർബന്ധമില്ല. സോ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫസ്റ്റ് എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബുക്ക് ഒരു ടേബിളിൽ നിന്ന് എടുക്കുവാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് വേണം ആ ബുക്ക് ടേബിളിൽ നിന്ന് എടുക്കാനായിട്ട്. ഓക്കെ, ആ ബുക്ക് ടേബിളിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ എന്തോന്ന് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ അപ്ലൈ ചെയ്യുന്നതാണ് ഫോഴ്സ്. ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ എനിക്ക് ആ ബുക്കിനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ആ കൈ ഉപയോഗിച്ച് ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ബുക്കിനെ എടുക്കണമെങ്കിൽ അവിടെ നമ്മുടെ മസിൽസിൻ്റെ ആക്ഷനും കൂടെ വേണം. ഓക്കെ, സോ ഫോഴ്സ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് അവർ മസിൽസ്. ആ ഫോഴ്സ് ആണ് മസ്കുലാർ ഫോഴ്സ്. Force due to the action of our muscles. മസിൽസിൻ്റെ ആക്ഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്. അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വേണ്ടേ? വേണം. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സാണ് മസ്കുലാർ ഫോഴ്സ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഞാനിപ്പോൾ ഒരു ടോയ് കാർ യൂസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ടോയ് കാറിനെ ഞാനിപ്പോൾ തള്ളിവിട്ടു. കുറച്ച് ദൂരം കഴിയുമ്പോൾ അത് എന്താവും? ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ഒരു ടോയ് കാർ ഞാനിങ്ങനെ തള്ളി വിട്ട് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. എന്താ അത് സ്റ്റോപ്പ് ആയത്? ആരെങ്കിലും അവിടെ നിർത്തിയോ അതിനെ? അല്ല, ഓട്ടോമാറ്റിക്കലി അത് അവിടെ നിർത്തുവാണ്. അത് നിൽക്കാനായിട്ടുള്ള ഒരു ഫോഴ്സ് ആരാണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് ബൈ ഗ്രൗണ്ട്. നമ്മുടെ ആ ഗ്രൗണ്ടാണ് ആ ടോയ് കാറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തത്, വിച്ച് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദാറ്റ് കാർ. ആ കാറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. സോ ആ ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ കാറ് നമ്മൾ തള്ളി വിടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്പീഡ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല. സോ അത് കുറച്ച് സ്ലോ ഡൗൺ ആയിട്ടാണ് അത് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് തുടങ്ങി. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതും ഒരു കോണ്ടാക്ട് ഫോഴ്സാണ്. സോ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മസ്കുലാർ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. മസ്കുലാർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് അവർ മസിൽസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് മസിൽസ്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഏത് ഒബ്ജക്റ്റിൽ വേണമെങ്കിൽ ആക്ട് ചെയ്യാം. അത് ഫോർ എക്സാമ്പിൾ ഒരു ബേർഡ് ആയിക്കോട്ടെ, ഒരു ടോയ് കാർ ആയിക്കോട്ടെ, ഏതെങ്കിലും വെഹിക്കിൾസ് ആയിക്കോട്ടെ, ഏതിലും ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. ഓക്കെ, സോ 2 ടൈപ്പ് കോണ്ടാക്ട് ഫോഴ്സ്. 2 എക്സാമ്പിൾസ് ആണ് കോണ്ടാക്ട് ഫോഴ്സിന്. 2 എക്സാമ്പിൾസ് ആണ് മസ്കുലാർ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി നമുക്ക് നോൺ കോണ്ടാക്ട് ഫോഴ്സിലോട്ട് വരാം. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള റിപ്പൽസീവ് ഓർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോഴ്സസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ? മാഗ്നറ്റിലുള്ള ആ ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റ് അതിൻ്റെ മീൻസ് മാഗ്നറ്റിക് ആയിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സിനും, അയൺ അങ്ങനത്തെ എല്ലാ ഒബ്ജക്റ്റിനെയും അതിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഡയറക്റ്റ് കോണ്ടാക്ട് വേണോ? അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി, അത് പെട്ടെന്ന് അതിനെ അട്രാക്ട് ചെയ്യും.
ഓക്കെ, സോ മാഗ്നറ്റിക് ഫോഴ്സ് ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു സ്കെയില്, നോർമൽ നമ്മുടെ സ്റ്റീലിൻ്റെ സ്കെയിലല്ല, ട്രാൻസ്പാരൻറ്റ് സ്കെയില് ഞാൻ എടുത്തു. എൻ്റെ തലയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ലോത്തിലൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേപ്പർ പീസിലേക്ക് ആ സ്കെയിലിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സ്കെയിലിനെ ആ പേപ്പർ പീസിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ആ പേപ്പർ പീസ്, ചെറിയ പീസ് ഓഫ് പേപ്പേഴ്സ് ആണേ, ആ പേപ്പർ പീസിനെ ആ സ്കെയിലിലോട്ട് അട്രാക്ട് ചെയ്യില്ല. ആ പേപ്പർ പീസ് ആ സ്കെയിലിലേക്ക് അട്രാക്ട് ചെയ്യും. ആ അട്രാക്ട് ചെയ്യാനായിട്ട് ഈ സ്കെയില് മാഗ്നറ്റ് ആണോ? അല്ല. ആ സ്കെയിലിന് ആ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടിയത്? ഡ്യൂ ടു റബ്ബിങ്. ആ റബ്ബ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അതിന് ആ ഒരു ഫോഴ്സ് കിട്ടിയത്. ആ ഫോഴ്സിനെ പറയുന്നത് ചാർജ് എന്നാണ്. ആ ഫോഴ്സിനെ ചാർജ് എന്നാണ് പറയുന്നത്. സോ ഫോഴ്സ് ഡ്യൂ ടു എ ചാർജ്ഡ് ബോഡി or force by a charged body to any charged or uncharged body. പേപ്പർ പീസ് എന്ന് പറയുന്നത് അൺചാർജ്ഡ് ആണ്. ഇറ്റ് മേ ബി ചാർജ്ഡ്. ഏതെങ്കിലും വേറൊരു ചാർജ്ഡ് ബോഡീനെ ആയാലും ഇത് തന്നെ സംഭവിക്കും. അപ്പോൾ ഫോഴ്സ് എപ്പോഴും ഉണ്ടാവുന്നത്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചാർജ്ഡ് ബോഡിയിലാണ്. ആ ചാർജ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടിയത്? ഡ്യൂ ടു റബ്ബിങ്. ആ റബ്ബിങ്ങിലൂടെ അതിന് ചാർജ് അക്വയർ ചെയ്തു. ആ ചാർജാണ് ആ പേപ്പർ പീസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അവിടെ സഹായിച്ചത്. സോ ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, സോ സെക്കൻഡ് എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. Electrostatic force. So first one magnetic force, second one electrostatic force. Electrostatic force എന്ന് പറയുമ്പോൾ force exerted by a charged body to an uncharged or charged body, which is known as electrostatic force. Clear? Next example. ഞാനിപ്പോൾ ഈ പെൻ താഴേക്ക് ഇടുവാണ്. താഴേക്ക് ഇടുവല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുവാണ്. ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പെൻ ഓട്ടോമാറ്റിക്കലി താഴേക്ക് വരും. എന്താണ് ഈ പെൻ ഇവിടെ തന്നെ നിൽക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് എർത്ത്. ആ അട്രാക്ഷൻ നമ്മൾ എന്ത് പറയും? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് is an example of non-contact force. Gravitational force. So non-contact force നമുക്കിപ്പോൾ 3 എക്സാമ്പിൾസ് ആയി. മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എവറി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവറി അതർ ഒബ്ജക്റ്റ്, അല്ലേ? എല്ലാ ഒബ്ജക്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അല്ലെങ്കിൽ എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും അതിൻ്റെ സെൻട്രലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു പുൾ അവിടെ ഉണ്ട്, അല്ലേ? ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. ആ ഒരു പുള്ളിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നുകൂടെ പറയാം. ഫോഴ്സ് 2 ടൈപ്സ്, കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് മസ്കുലാർ ഫോഴ്സ് ആൻഡ് frictional force. Non-contact force examples magnetic force, electrostatic force and gravitational force. So ഇത് ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് നന്നായി വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 8th സ്റ്റാൻഡേർഡിലുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.